ആനന്ദപുർ ഗ്രാമത്തിൽ നദിയുടെ നടുവിലായി ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനു പുറത്ത് വെങ്കട്ട് ഒരു ചെറിയ സ്റ്റാൾ വെച്ചിരുന്നു. ഈ സ്റ്റാളിൽ അദ്ദേഹം ഇഡ്ലി, വട, പിന്നെ ദോശ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ വെങ്കട്ടിന്റെ കടയിൽ നിന്നാണ് ആഹാരം കഴിക്കുക. ചേട്ടാ, ഒരു മസാല ദോശ തരൂ, പിന്നെ 2 പ്ലേറ്റ് സാമ്പാർ വടയും വേണം. നിങ്ങൾ ഇരിക്കും സാർ, ഇതിപ്പോ കൊണ്ടുവരാം. വെങ്കട്ടിന്റെ ഭാര്യ ദോശ ചെയ്ത് നൽകും. പിന്നെ വെങ്കട്ട് കസ്റ്റമേഴ്സിന് അത് കൊടുക്കും. വെങ്കട്ട് എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുക. ജനങ്ങൾക്ക് വെങ്കട്ടിന്റെ ദോശ സ്റ്റാളിൽ ദോശ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്കും 2 ദോശ തരൂ. തീർച്ചയായിട്ടും സുഹൃത്തെ, നിങ്ങൾ ഇരിക്കൂ, ഇതാ ഞാൻ തരാം, നല്ല ചൂടുള്ള ദോശ. വെങ്കട്ടും പൂജയും ചേർന്ന് ഒന്നിച്ചാണ് ജോലി ചെയ്യുക. അതുകൊണ്ട് അവരുടെ വ്യാപാരവും നന്നായിരുന്നു. രണ്ടുപേരും അവരുടെ വ്യാപാരത്തിൽ ഒരുപാട് സന്തോഷിച്ചു. മോനെ, വരൂ മുത്തശ്ശ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം നിങ്ങൾക്ക്. വെങ്കട്ട് ദിവസവും ആ പാവപ്പെട്ട അപ്പൂപ്പന് ആഹാരം നൽകുമായിരുന്നു. പക്ഷെ ഇക്കാര്യം തന്റെ ഭാര്യ പൂജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് എന്തിനാ ദിവസവും ഇങ്ങനെ ആഹാരം കൊടുത്ത് പഠിപ്പിക്കുന്നത്? ഇദ്ദേഹം ദിവസവും ഫ്രീ ആയിട്ട് കഴിക്കാനായി എത്തുന്നു. പൂജ വിശപ്പെന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റില്ലല്ലോ. ശരി, എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമോ? അദ്ദേഹം വേറെന്തെങ്കിലും വഴി കാണില്ലേ? ആ ദൈവം നമ്മൾക്ക് കുറെ തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ഒരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ ദാനവും ധർമ്മവും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഭിക്ഷക്കാരൊക്കെ ഇവിടെ വന്ന് ലൈനായി നിൽക്കും. എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ ചെയ്തോളും, ബാക്കിയുള്ളത് ദൈവം നോയിക്കോളും. വെങ്കട്ട് ആ പാവപ്പെട്ട അപ്പൂപ്പന് 2 ഇഡ്ഡലിയും വടയും പിന്നെ കുറച്ച് ചട്നിയും വെച്ചു കൊടുത്തു. ആ ദൈവം നിനക്ക് നല്ലത് തന്നെ ചെയ്യട്ടെ മോനെ. ആ വയസ്സായ അപ്പൂപ്പൻ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ആ ക്ഷേത്രത്തിലെ പൂജാരി വന്നത്. അദ്ദേഹത്തെ കാണാൻ നല്ല വണ്ണിച്ചായിരുന്നു. പൊക്കം കുറവും നല്ല വണ്ണമുള്ള ശരീരവും. ഓം ശക്തി ഹോം. ഓം ശക്തി പൂജാരി, വരൂ, വന്നിവിടെ ഇരിക്കൂ. പൂജ ആ പൂജാരിക്ക് വേണ്ടി ടേബിൾ ക്ലീൻ ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ ഇരുന്നു. നിങ്ങൾ എന്ത് കഴിക്കുന്നു പൂജാരി? 2 പ്ലേറ്റ് വട, 2 പ്ലേറ്റ് ദോശ, 2 പ്ലേറ്റ് ഇഡ്ലി. ഇന്ന് എനിക്ക് ഇത് മതി മോളെ. ദാ ഇപ്പൊ കൊണ്ടുവരാം. പൂജ പൂജാരിയെ സൽക്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ ഭർത്താവ് വെങ്കട്ട് പറഞ്ഞത്, ഞാൻ ആ പാവപ്പെട്ടവ ആൾ കൊടുക്കാൻ കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ടവരാണ്. പക്ഷെ ഈ പൂജാരി നല്ല പൈസക്കാരനാണല്ലോ, ഇദ്ദേഹത്തിന് എന്തിനാ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ബ്രാഹ്മിൺസിനെ നോക്കി അങ്ങനെ പറയാൻ പാടില്ല. ബ്രാഹ്മിൺസിന് ആഹാരം നൽകുന്നത് നല്ലതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ദിവസവും ആഹാരം നൽകുന്നത് കൊണ്ട് നോക്കൂ, നമ്മുടെ തൊഴിൽ വളരെ നന്നായി നടക്കുന്നു. എല്ലാം അവരവരുടെ ഇഷ്ടം. നീ ആ ബ്രാഹ്മണ സേവ ചെയ്യൂ, ഞാൻ പോയി എന്റെ ദൈവത്തിനെ ദർശനം ചെയ്തിട്ട് വരട്ടെ. ശരി, പോകൂ. വെങ്കട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. ദൈവത്തിന്റെ മുൻപിൽ കൈകൂപ്പി നിന്നു. ദൈവമേ, എപ്പോഴും നിങ്ങൾ എന്റെ കൂടി നിൽക്കണം, പിന്നെ എല്ലാവർക്കും നല്ലത് തന്നെ ചെയ്യണം. എന്റെ ഭാര്യ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നിറഞ്ഞ വയറിനെ നിറയ്ക്കാൻ വെച്ചാൽ പുണ്യം ചേർക്കാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് തെറ്റാണെന്ന് എനിക്കറിയാം ദൈവമേ. പക്ഷെ നിങ്ങളുടെ കൃപ അവൾക്കും കിട്ടണം ദൈവമേ. വെങ്കട്ട് താൻ മാത്രമല്ല എല്ലാരും നന്നായിരിക്കണമെന്ന് കരുതുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. തന്റെ ഭാര്യ അറിയാതെ അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. ആ ദൈവം നിന്നെ നന്നായിട്ട് വച്ചിരിക്കുമോനെ. വെങ്കട്ടിന് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാര്യ അറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ പൂജ വളരെ സ്വാർത്ഥയാണ്. അവൾ ആലോചിക്കുന്നത് എന്തെന്നാൽ അവർക്ക് മാത്രം ദൈവം നല്ലത് ചെയ്യണമെന്ന്. പിന്നെ ഇക്കാര്യത്തിന് വേണ്ടിയാണ് അവൾ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കുന്നത്. എന്തായാലും ശരി, ഇക്കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വെങ്കട്ടിന്റെയും പൂജയുടെയും ആ ദോശ സ്റ്റാൾ വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. വെങ്കട്ട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കും, പിന്നെ പൂജ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കും. ദിവസവും രാവിലെ ആദ്യത്തെ വള്ളത്തിൽ തന്നെ പൂജയും വെങ്കട്ടും ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് അവർ അവിടെ അവരുടെ വ്യാപാരം തുടങ്ങും. പിന്നെ രാവിലെ തന്നെ അവരുടെ കടയിലേക്ക് കസ്റ്റമേഴ്സും എത്തും. കുറച്ചു ദിവസത്തിനകം മഴക്കാലം എത്തി. വെങ്കട്ടും പൂജയും എന്നത്തെയും പോലെ വള്ളത്തിൽ വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല മഴ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് കുറവായിരിക്കും. അത് സത്യാണ്. പക്ഷെ വരുന്നവരെ നമ്മൾ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ, അത് പാവല്ലേ. ശരി, ക്ഷേത്രത്തിൽ ആരും വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ശരി. വെങ്കട്ടും പൂജയും നദി കടന്ന് ആ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നു ചേർന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ അവർ രണ്ടുപേരും അവരുടെ സ്റ്റാൾ തുടർന്നു. മഴ ഒരുപാട് പെയ്തുകൊണ്ടേയിരുന്നു.
ഇന്ന് കസ്റ്റമേഴ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അപ്പോഴാണ് 2-3 പേർ അവരുടെ കടയിലേക്ക് വന്നത്. വരൂ വരൂ ചേട്ടാ, ഇരിക്കൂ. ഞങ്ങൾക്ക് 3 പ്ലേറ്റ് ഇഡ്ഡലിയും പിന്നെ 2 പ്ലേറ്റ് വടയും വേണം. ശരി ചേട്ടാ, അത് ഇപ്പൊ തരാം. പൂജ ദോശയും വടയും തയ്യാർ ചെയ്തു. പിന്നെ വെങ്കട്ട് അത് കൊണ്ടുപോയി സെർവ് ചെയ്തു. കസ്റ്റമേഴ്സും അത് കഴിക്കാൻ തുടങ്ങി. അവരെല്ലാരും അത് കഴിച്ചു കഴിഞ്ഞു. എന്നാലും മഴ നിന്നതേയില്ല. ഇന്ന് ഈ മഴ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ മഴ കൊണ്ട് ഈ അമ്പലത്തിൽ ഭക്തர்கள் വന്നിട്ടില്ല. ആ കസ്റ്റമർ വെങ്കട്ടിന് കാശ് നൽകി. ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് ഇവിടെ തന്നെ നിന്നോളാം. മഴ പോയതിനു ശേഷം ഞങ്ങൾ പോയിക്കോളാം. കുഴപ്പമില്ല ചേട്ടാ. അവരവിടെ ഒരുപാട് സമയം കാത്തുനിന്നു. പക്ഷെ മഴ നിന്നതേയില്ല. പിന്നെ അവർ നനഞ്ഞുകൊണ്ട് നദിയുടെ അരികിലേക്ക് ചെന്നു. ആ നദിയിലെ വെള്ളച്ചാട്ടം കണ്ട് അവർ പേടിച്ചു പോയി. നദിയിൽ ഒരു വള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ ആ നദിയിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടേ പോയി. അവരവിടെ നിന്നും വെങ്കട്ടിനരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാ കാര്യവും അവർ പറഞ്ഞു. ഈ വെള്ളം കൊണ്ട് നമ്മൾ എല്ലാവരും മുഴുങ്ങി പോകും തോന്നുന്നു. നമ്മൾ ആരും രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവരുടെ മുൻപിൽ ആ പാവപ്പെട്ട അപ്പൂപ്പൻ വന്നത്. രക്ഷിക്കാൻ മേലെ എത്തി നിൽക്കുമ്പോൾ ആരുടെ ജീവൻ എടുക്കാൻ പറ്റുന്ന പറയുന്നത്? ഇവിടെ എല്ലാവരുടെ ജീവിതവും ആപത്തിലാണുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അയ്യോ എന്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ കരയ്ക്ക് ഒന്ന് മാറ്റി തരണേ. ഞങ്ങൾ എല്ലാരും ഒന്ന് രക്ഷിക്കണം ദൈവമേ. വെങ്കട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പാവപ്പെട്ട വയസ്സായ ആൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റ് ദോശ കയ്യിലെടുത്തത്. ഞങ്ങൾ എല്ലാരും ഇവിടെ വലിയ ആപത്തിലാണ്. നിങ്ങൾക്ക് ദോശ വേണോ അല്ലേ? എല്ലാരും എന്റെ പുറകിലേക്ക് വരൂ. ആ അപ്പൂപ്പന്റെ പുറകെ എല്ലാരും നദിയുടെ അരികിലേക്ക് ചെന്നു. ആ അപ്പൂപ്പൻ ആ ദോശ പ്ലേറ്റ് താഴേക്ക് വെച്ചു. എന്നിട്ട് തന്റെ കണ്ണുകൾ മൂടി. പിന്നീട് മാന്ത്രികത കാരണം ആ ദോശയുടെ അളവ് വളരെ വലുതായി. ആ ദോശയുടെ അളവ് എത്ര വലുതെന്ന് വെച്ചാൽ ഒരു വലിയ തോണി പോലെയായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ആശ്ചര്യത്തിലായി. ഇത് മായ നിറഞ്ഞ വലിയ ദോശപ്പടകാണ്. ഈ നദിയെ വളരെ എളുപ്പമായിട്ട് തന്നെ കടന്നു പോവാൻ പറ്റും. നിങ്ങൾ എല്ലാരും ഇതിൽ കേറിയിരുന്നോളൂ. എല്ലാരും ആ വള്ളത്തിലേക്ക് കേറി. പക്ഷെ അപ്പൂപ്പൻ മാത്രം കേറിയില്ല. നിങ്ങളും വരും മുത്തശ്ശ. ഇല്ല മോനെ, എന്നെ രക്ഷിക്കാൻ മുകളിൽ ഒരുത്തനുണ്ട്. നിങ്ങൾ പോയിക്കോളൂ. ആ അപ്പൂപ്പൻ ആംഗ്യം കാണിച്ചതും തന്നെ ആ തോണി വെള്ളത്തിൽ മിതക്കാൻ തുടങ്ങി. ആ വെള്ളത്തിന് എത്ര ബലമുണ്ടായിട്ടും ആ ദോശ തോണിക്ക് ഒന്നും സംഭവിച്ചില്ല. അകത്തുണ്ടായിരുന്ന എല്ലാരും വളരെ സുരക്ഷിതമായിരുന്നു. അവരെല്ലാരും കരയിലേക്ക് ചെന്നെത്തി. എല്ലാരും ദൈവത്തോട് നന്ദി പറഞ്ഞു. അവരാ തോണിയിൽ നിന്നും ഇറങ്ങിയതും ആ തോണി വെള്ളത്തിനടിയിലേക്ക് മറഞ്ഞുപോയി. ഇന്ന് വെങ്കടിനോടൊപ്പം ചേർന്ന് എല്ലാരും ആ അതിശയം കണ്ടു. അതാണ് വലിയ ദോശ തോണിയുടെ അതിശയം. വെങ്കട് ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം അവർക്ക് ആ മഴയിൽ നിന്നും വിമോചനം ലഭിച്ചത്. രത്നപുരം ഗ്രാമത്തിലെ 3 സുഹൃത്തുക്കളായിരുന്നു രമേശ്, സുരേഷ്, മുകേഷ്. ഇവർ പട്ടണത്തിലേക്ക് പോയി ജോലി ചെയ്ത് സമ്പാദിക്കാൻ തീരുമാനിച്ചു. അവർ 3 പേരും കുട്ടിക്കാലം മുതലേ തന്നെ വളരെ നല്ല കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേർക്കും തമ്മിൽ നല്ല സ്നേഹവുമായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ അവർക്ക് ഒരു ജോലിയും കിട്ടിയില്ല. അങ്ങനെ അവർ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. 4 ദിവസമായുള്ള ഈ മഴ കാരണം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാശാണെങ്കിൽ മുഴുവൻ തീർന്നും പോയി. പട്ടണത്തിൽ ചെന്ന് എന്തെങ്കിലും ജോലി കിട്ടിയാലേ ഇനി കാര്യങ്ങൾ നടക്കൂ. അതേടോ, എന്റെ കാര്യവും അങ്ങനെ തന്നെയാ. ആ മഴ കാരണം ഞങ്ങളുടെ വിളവെല്ലാം നശിച്ചുപോയി. വീട്ടിൽ കഴിക്കാൻ ഒരു മണി അരി പോലുമില്ല. മഴയിൽ എന്റെ വീട് പകുതി നശിച്ചുപോയി. പട്ടണത്തിൽ ചെന്ന് കുറച്ച് കാശൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്ന് വീടൊക്കെ ശരിയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്റെ അച്ഛനും അമ്മയും. അവർ 3 പേരും നടന്നു നടന്ന് ഒരു നദീതീരത്തേക്ക് എത്തി. ആ നദിക്ക് കുറുകെ ഒരു പാലമുണ്ടായിരുന്നു. എന്നാൽ മഴ കാരണം ആ പാലം തകർന്നു പോയിരുന്നു. അയ്യോ, ഈ പാലം തകർന്നിരിക്കുകയാണല്ലോ. പട്ടണം നദിയുടെ അങ്ങേക്കരയിലല്ലേ. എങ്ങനെ നമ്മൾ നദി കടക്കും? ഇവിടെ എങ്ങും ഒരു വഞ്ചി പോലും കാണുന്നില്ലല്ലോ. നമുക്കാണെങ്കിൽ പട്ടണത്തിൽ പോയല്ലേ പറ്റൂ. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനി നീന്തി കടക്കേണ്ടി വരുമോ? എനിക്ക് മറ്റൊരു വഴിയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു നീന്തി തന്നെ മുറിച്ച് കടക്കേണ്ടി വരുമെന്ന്. പക്ഷെ മഴ കാരണം നദിയിൽ ധാരാളം വെള്ളമുണ്ടല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നദി കടക്കാൻ. രമേശും സുരേഷും മുകേഷും അങ്ങനെ നദിയിലേക്ക് ചാടി. എന്നാൽ നദിയിൽ വെള്ളം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജീവൻ മരണ പോരാട്ടം നടത്തി വളരെ ബുദ്ധിമുട്ടിയാണ് മറുകരയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ എത്തിയപ്പോഴാണ് സുരേഷിന്റെ കയ്യിൽ ഒരു വിളക്കുള്ളതായിട്ട് എല്ലാവരും കണ്ടത്. അതെന്താണെന്നറിയാൻ അവർക്ക് ആകാംക്ഷയായി.
സുരേഷേ, നിന്റെ കയ്യിലെന്താ? ഇത് നദിയിൽ നിന്ന് കിട്ടിയതാണോ? അതേടോ, നീന്തിക്കൊണ്ടിരുന്നപ്പോ ഇത് ദേഹത്ത് വന്ന് തട്ടി. അപ്പൊ ഞാനിത് എടുത്തുകൊണ്ട് വന്നു. ഇത് കണ്ടിട്ട് പിത്തളയാണെന്ന് തോന്നുന്നു. ഇത് വിറ്റിട്ട് കിട്ടുന്ന കാശ് വാങ്ങിച്ചാലോ? ഇത് അലാവുദ്ദീന്റെ വിളക്ക് പോലെ ഉണ്ടല്ലോ. സുരേഷേ, ഒന്ന് ഉരച്ചു നോക്കിയേ, ചിലപ്പോ വല്ല ജിന്നും പുറത്തു വന്നാലോ? സുരേഷ് ആ വിളക്കിൽ കൈ കൊണ്ടൊന്ന് ഉരച്ചു നോക്കി. അപ്പോൾ ആ വിളക്കിൽ നിന്നും ശരിക്കും ഒരു ജിന്ന് പുറത്തേക്ക് വന്നു. ആ ജിന്നിനെ കണ്ടയുടനെ അവർ 3 പേരും ശ്വാസം പോലും കഴിക്കാനാകാതെ അനങ്ങാതെ നിന്നുപോയി. ആരാണോ എന്നെ പുറത്തിറക്കിയത് അവന് നല്ലത് തന്നെ കൈവരും. ഇത്രയും നാൾ നദിയിൽ കിടന്ന് ഞാൻ തണുത്തു മരവിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പുറത്തിറങ്ങാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആരും എന്റെ സഹായത്തിന് വന്നില്ല. ആജ്ഞാപിച്ചാലും യജമാനെ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? സുരേഷും രമേശും മുകേഷും പരസ്പരം നോക്കിക്കൊണ്ടു നിന്നു. പിന്നെ വിശ്വാസം വരാതെ അവർ 3 പേരും ജിന്നിനെയും നോക്കി. അല്ല, നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് മാത്രം നിൽക്കുകയാണോ? ഒന്നും പറയാനില്ലേ? ആജ്ഞാപിക്കൂ. എന്താഗ്രഹവും നിങ്ങൾക്ക് ഞാൻ നടത്തിത്തരാം. നീ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരും? നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ. പക്ഷേ ഒരു കാര്യം, തെറ്റായതൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. ഞങ്ങൾ പട്ടണത്തിൽ പോയി പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് അതിന് ഞങ്ങളെ സഹായിക്കാനാവൂ? ആ, എനിക്കത് സാധിക്കും. പണം സമ്പാദിക്കാനായി ഞാൻ നിങ്ങൾക്കായി എല്ലാ സഹായവും ചെയ്യാം. ആണോ? എങ്ങനെയാണത്? നിങ്ങൾ 3 പേരും നഗരത്തിൽ പോയി ഒരു ഹോട്ടൽ തുടങ്ങൂ. എനിക്ക് മാന്ത്രിക റൊട്ടികൾ ഉണ്ടാക്കാൻ അറിയാം. നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് മാന്ത്രിക തന്തൂരി റൊട്ടി ഉണ്ടാക്കി തരും. നിങ്ങൾക്കത് വിൽക്കാം. പിന്നെ നോക്കിക്കോളൂ, നിങ്ങളുടെ കയ്യിൽ പണം കുമിഞ്ഞുകൂടും. പക്ഷെ നമ്മൾ എങ്ങനെയാ ഹോട്ടൽ തുറക്കുക? നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. അതിനു കടം വാങ്ങണം. ആവശ്യത്തിന് സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരികെ കൊടുത്തേക്കാം. രമേശും സുരേഷും പിന്നെ മുകേഷും ജിന്നിനെയും കൂട്ടി പട്ടണത്തിലേക്ക് എത്തി. അവിടെ കടം വാങ്ങിയ പണം കൊണ്ട് ഒരു ഹോട്ടൽ തുടങ്ങി. ആ ഹോട്ടലിന്റെ പേര് ജിൻഗാന എന്നും വെച്ചു. അവിടുത്തെ പ്രത്യേകമായ ഫുഡ് തന്തൂരി റൊട്ടിയായിരുന്നു. ജിന്നുണ്ടാക്കുന്ന തന്തൂരി റൊട്ടികൾ നല്ല സ്വാദിഷ്ടമായിരുന്നു. കൂടാതെ ആളുകൾക്ക് അതെല്ലാം ഇഷ്ടമാവുകയും ചെയ്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ അവിടെങ്ങും ആ ഹോട്ടൽ പ്രശസ്തമായി. അവർക്ക് നല്ല വരുമാനവും കിട്ടിത്തുടങ്ങി. അങ്ങനെ അവിടെ നിന്നും തന്തൂരി റൊട്ടി കഴിക്കാനായി ആളുകളുടെ തിരക്കുണ്ടായി തുടങ്ങി. ജിൻ, നിങ്ങൾ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. നിങ്ങളുടെ മാന്ത്രിക തന്തൂരി റൊട്ടി ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളുടെ റൊട്ടിയുടെ സ്വാദ് ഗംഭീരമാണ്. നിങ്ങളുടെ ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് ആ തന്തൂരി റൊട്ടിയുടെ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? എന്റെ യജമാനെ, ഇത് ഞങ്ങൾ ജിന്നുകളുടെ ലോകത്തെ സീക്രട്ട് റെസിപ്പിയാ. എനിക്ക് നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാനിത് ഉണ്ടാക്കി തന്നോളാം. അങ്ങനെ നിങ്ങളുടെ ഈ ഹോട്ടൽ എന്നും നന്നായി തന്നെ പോകുകയും ചെയ്യും. അങ്ങനെ ഹോട്ടൽ തുടങ്ങി 1 വർഷമായി. രമേശും സുരേഷും മുകേഷിന്റെയും ഹോട്ടലിന്റെ അടുത്ത് തന്നെ ഒരു ധീരജ് ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ ഉടമയുടെ പേര് ധീരജ് എന്നായിരുന്നു. അത് വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടലായിരുന്നു. എന്നാൽ രമേശും സുരേഷും മുകേഷും തന്തൂരി റൊട്ടി സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കുന്ന ഹോട്ടൽ തുടങ്ങിയതിൽ പിന്നെ ധീരജിന്റെ കഷ്ടകാലമായി. അവന്റെ ഹോട്ടലിന് ഒട്ടും തിരക്കില്ലാതെയായി മാറി. ധീരജിന് അത്ഭുതമായിരുന്നു. ഇതിനും മാത്രം എന്ത് പ്രത്യേകതയാണ് ഹോട്ടൽ ജിൻഗാനയിലെ ഫുഡിനുള്ളത്? മതി, കുറെയായി. എന്റെ കച്ചവടം മുഴുവൻ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയായല്ലോ. ഇവന്മാരുടെ ഈ സ്പെഷ്യൽ തന്തൂരി റൊട്ടിയുടെ കച്ചവടം തുടങ്ങിയ പിന്നെ എന്റെ ഹോട്ടലിന്റെ കാര്യം കഷ്ടത്തിലായി. ഇവരുടെ ഈ തന്തൂരി റൊട്ടി ഇത്ര വിറ്റ് പോകാനായി ഇവരിതിൽ എന്ത് സ്പെഷ്യൽ റെസിപ്പി ചേർത്ത ആൾക്കാർക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ രഹസ്യം ഞാൻ കണ്ടെത്തിയേ മതിയാകൂ. ധീരജ് സുരേഷിന്റെയും മുകേഷിന്റെയും രമേഷിന്റെയും സീക്രട്ട് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അവൻ ഒരു ദിവസം രാവിലെ തന്നെ അവരുടെ കിച്ചണിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോഴയാൾ കണ്ടു ജിന്ന് തന്റെ അത്ഭുത വിളക്കിൽ നിന്ന് പുറത്തു വരുന്നതും ജിന്ന് തന്നെ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നതും. ഓഹോ, ഇതാണല്ലേ ഇവരുടെ രഹസ്യം. ഇനി ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ആ ജിന്നിനെ ഞാൻ സ്വന്തമാക്കിയെടുക്കും. പിന്നെ അവൻ എന്റെ അടിമയാവും. അങ്ങനെ ഞാനൊരു പണക്കാരനായി മാറും. അന്ന് രാത്രിയിൽ ധീരജ് രമേഷിന്റെയും സുരേഷിന്റെയും മുകേഷിന്റെയും കടയിൽ ഒളിച്ചു കയറി. ജിന്നിന്റെ മാന്ത്രിക വിളക്ക് അവിടെ നിന്നും തട്ടിയെടുത്ത് സ്വന്തം ഹോട്ടലിലേക്ക് പോയി. ഇനി കാണാം കാര്യങ്ങൾ. ധീരജ് ആ വിളക്കിൽ ശക്തമായി തടവി. എന്നാൽ അതിൽ നിന്നും ജിന്ന് പുറത്തേക്ക് വരുന്നതിന് പകരം തീയാണ് വന്നത്. അവന്റെ ഹോട്ടൽ മുഴുവനും തീ ആളിക്കത്താൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആ വിളക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പേടിച്ച് രമേഷിന്റെയും സുരേഷിന്റെയും മുകേഷിന്റെയും കടയിലേക്ക് ഓടി. രക്ഷിക്കണേ, രക്ഷിക്കണേ, തീ പിടിച്ചേ, തീ പിടിച്ചേ, രക്ഷിക്കണേ. ആ കരച്ചിൽ കേട്ട് അവർ 3 പേരും ഓടി വന്നു. എന്നിട്ട് ആ തീയിലേക്ക് വെള്ളമൊഴിച്ചു. എന്നാൽ എത്രയൊക്കെ വെള്ളമൊഴിച്ചിട്ടും ആ തീ കെടുന്നുണ്ടായിരുന്നില്ല.
അത് കണ്ട മുകേഷ് ധീരജിനോട് പറഞ്ഞു. എടോ ധീരജെ, ഇത് എന്ത് കാരണമാ ഇത്രയും തീ വന്നത്? എന്ത് ചെയ്തിട്ടും കെടുന്നില്ലല്ലോടോ. ഇതൊരു പ്രത്യേകതരം തീയാണെന്ന് തോന്നുന്നു. ധീരജിന് അവരോട് സത്യം പറയാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അവരോട് എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി പോലും വിടാതെ പറഞ്ഞുകൊടുത്തു. അവരുടെ അത്ഭുത വിളക്ക് മോഷ്ടിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവർ 3 പേർക്കും ഒരു കാര്യം മനസ്സിലായി. ജിന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ധീരജിന്റെ ഹോട്ടൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. എടോ ധീരജെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മോഷണത്തിനുള്ള ഫലം ഇത് തന്നെയായിരിക്കും. നിക്ക്, ഞാൻ പോയി ആ ജിന്നിന്റെ ദേഷ്യം തണുപ്പിക്കാൻ നോക്കട്ടെ. സുരേഷ് പെട്ടെന്ന് തന്നെ ഓടി ധീരജിന്റെ ഹോട്ടലിനകത്തേക്കെത്തി. എന്നിട്ട് ജിന്നിന്റെ അത്ഭുത വിളക്കെടുത്ത് പുറത്തേക്കെത്തി. എന്നിട്ട് ജിന്നിനെ വിളിച്ച് ശാന്തനാകാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ 3 പേരും അങ്ങനെ പറഞ്ഞ് ജിന്ന് ശാന്തനായി മാറി. ജിന്ന് ശാന്തനായി മാറിയതോടെ ധീരജിന്റെ ഹോട്ടലിലെ തീയും അണഞ്ഞു. അതോടെ അത്ഭുത വിളക്കിലേക്ക് ജിന്ന് വീണ്ടും കയറി. ആ വിളക്കും കൊണ്ട് സുരേഷ് തങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. അതോടെ ധീരജിന് മനസ്സിലായി, മറ്റുള്ളവരുടെ നന്മ നമുക്കൊരിക്കലും മോഷ്ടിക്കാനാവില്ലെന്ന്. കൂടാതെ തന്റെ ഹോട്ടലിൽ അയാൾ കുറച്ചുകൂടെ അധ്വാനിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു. രമേശും സുരേഷും മുകേഷും ജിന്നിന്റെ സഹായത്തോടെ സുഖമായി ജീവിച്ചു.